ഹലോ ഹായ്. അപ്പോൾ എല്ലാവരും നല്ല കൺഫ്യൂഷനിലാണ്, ഡൗട്ടിലാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ് എന്നുള്ളത് നല്ലോണം അറിയാം. മോഡൽ എക്സാമിൻ്റെ കാര്യം ആലോചിച്ചിട്ട് രണ്ട് സബ്ജക്റ്റ് എങ്ങനെ ഒരു ദിവസം പഠിക്കും എന്നുള്ളത് ആലോചിച്ചിട്ടായിരിക്കാം. പക്ഷേ നോ വെറീസ് മിസ്സ് ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. നിങ്ങൾ ഒരു ചാപ്റ്റർ അല്ലെ തലേന്ന് നിങ്ങൾ എടുത്തൊരു അക്കൗണ്ടൻസി ചാപ്റ്റർ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബുക്ക് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കുക, ഇവിടെ നിന്ന് തുടങ്ങണ്ടേന്ന് പോലും. കാരണം കുറേ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആകെ മൊത്തത്തിൽ വരും. മറ്റേ നമുക്കൊരു ഓർഡറില്ല, ഇതിപ്പം പഠിക്കാതെ രാവിലെ പഠിക്കുക, ഉച്ചയ്ക്ക് പഠിക്കുക, ഇത് ഇഷ്ടം പോലെ ഉണ്ടായതുകൊണ്ട് എവിടുന്ന് തുടങ്ങും എന്നുള്ള കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നോ വെറീസ്. നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാനാണ് വന്നേക്കുന്നത്. ഓൾറെഡി നമ്മുടെ ഉള്ള ആദ്യത്തെ രണ്ട് ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഐഡിയ. എന്നാലും അത് കാണാതെ ഇല്ല, ബാക്കി രണ്ട് ചാപ്റ്റേഴ്സ് എനിക്ക് മൊത്തത്തിൽ അറിയാം, എനിക്ക് തേർഡ് ചാപ്റ്റർ ആണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെ ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മാത്രം മിസ് ഒന്നുകൂടെ എടുത്ത് പറയാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ട് ടോപ്പിക്സിനെ ഒരു 3 രീതിയിൽ മിസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കൊന്നാലും ആ ടോപ്പിക്ക് വിടരുത്. ഓക്കെ, ഫുള്ള് വൃത്തിയായിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. കാരണം എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഇനി ടൈം ഇല്ല എങ്കിൽ പോലും ഈ പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് പോവുക. അത് ഡിനോട്ട് ചെയ്യായിട്ടാണ് മിസ് ഒരു സണ്ണിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത് വരുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ പഠിക്കേ പറ്റത്തുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ അത് ചോദിച്ചിട്ടുണ്ട് വർഷങ്ങൾ മിസ് എടുത്ത് നോക്കിയപ്പോൾ. ഓക്കെ, പിന്നെ വരുന്നതാണ് ലെസ് ഇമ്പോർട്ടൻറ്റ്. അത് അങ്ങനെ ചോദിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞാൽ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ 2-3 വർഷം കൂടുമ്പോൾ എന്നാൽ പിന്നെ ഈ ഒരു ടോപ്പിക്ക് സിലബസേ ഉള്ളതല്ലേ, എന്നാൽ നമുക്ക് ആഡ് ചെയ്യാമെന്നും പറഞ്ഞ് ആഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്സാണ് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് വിടാമെന്ന് വെച്ചാൽ ഇല്ല, കാരണം നമ്മുടെ കഷ്ടകാലത്തിന് ചിലപ്പം കഴിഞ്ഞൊരു 4-5 വർഷം ചോദിച്ചിട്ടില്ലായിരിക്കും. അവരിപ്പോൾ അല്ലെങ്കിൽ 4-5 വർഷമായിട്ട് ചോദിച്ചിട്ടില്ല, ഈ വർഷം ആഡ് ചെയ്യും എന്നും പറഞ്ഞ് ചോദിച്ചാൽ നമ്മൾ മൂഞ്ചും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ പറയുന്ന ടോപ്പിക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാ. ഇത് നമ്മുടെ മോഡൽ എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. ഓക്കെ, മെയിൻ എക്സാം നമ്മൾ ഇങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഫുള്ള് പഠിച്ചിട്ടു. ഓക്കെ, അത് വേറെ ഒരു അപ്പീലും ഇല്ല, നമ്മൾ അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് നമ്മൾ സെറ്റായിട്ട് തന്നെ അത് പഠിച്ചിട്ടു. പക്ഷെ മോഡൽ എക്സാമിന് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം 2 സബ്ജക്റ്റ് ഉണ്ടായതുകൊണ്ട് എല്ലാം പഠിച്ചുകൊണ്ട് പോലും നടക്കത്തില്ല. അതുകൊണ്ടാണ് മിസ് ഈ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും മിസ് ബാക്കിയുള്ള എല്ലാ ഡിസ്കഷനും പോകുന്നത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഇത് മിസ് ഒരു 2008-9 തൊട്ട് ഓക്കെ 2023 വരെയുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയതിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത്, എത്ര MCQ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്റർ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻ, വെരി ഷോർട്ട് ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻ, ലോങ് ആൻസർ, എസ്സേ. ഓക്കെ, എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഒരു ഇത് അത് 2008-9 തൊട്ട് വർഷങ്ങൾ തൊട്ട് 2023 വരെയുള്ള എക്സാക്ട് കണക്കല്ല, ഏറെക്കുറെ ഇത്രയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വേറെ ഒന്നിനും അല്ല. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടാനാണ്. ഒരു ചാപ്റ്റർ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 മാർക്കിനെ ചോദിക്കുന്നത് നമ്മളിരുന്നാ ഇത് ചിലപ്പോൾ എസ്സേ ചോദിച്ചാലും ഇരുന്ന് പഠിച്ചാലും. ഓക്കെ, അപ്പം അങ്ങനെ വരാതിരിക്കാനാണ് നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ആ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ MCQ ഇത്രയും വർഷങ്ങളിൽ നിന്ന് നോക്കിയപ്പോൾ ടോട്ടലി ഒരു 19 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ വരുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ്, വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് 10 ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 3 മാർക്കിൻ്റെത് 10 ചോദിച്ചിട്ടുള്ളൂ. പിന്നെ വരുന്ന ലോങ് ആൻസർ ടൈപ്പ് എന്നുള്ള രീതിയിൽ 4 മാർക്കിൻ്റെ 10 ചോദിച്ചിട്ടുണ്ട്. 5 മാർക്ക് എന്നുള്ള രീതിയിൽ 2 ചോദിച്ചിട്ടുള്ളൂ. പിന്നെ വരുന്നത് 0 എന്നും പറഞ്ഞു കൊടുത്തേക്കുന്ന 6 മാർക്കിൻ്റെയാണ്, ഇതുവരെ ചോദിച്ചിട്ടില്ല. അത് മിസ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇപ്പം നമുക്ക് 6 മാർക്ക് എന്നുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ അങ്ങനെ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഈ പറഞ്ഞ പോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നോ വറീസ്. എസ്സേ എന്നുള്ള രീതിയിൽ 8 മാർക്കിൻ്റെത് 2 ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ MCQ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതേപോലെ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ലോങ് ആൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്യാം. അത് എങ്ങനെയായിരിക്കും ചോദിക്കുന്നതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എങ്ങനെ വേണമെങ്കിലും അത് ചോദിക്കാം. അതേപോലെ MCQ നമ്മൾ പെട്ടെന്ന് നമ്മളെ മൈൻഡിലോട്ട് വരുന്നതാണ്, ഇതിപ്പോൾ പ്രോബ്ലം പേപ്പർ ആണല്ലോ, ഇതിൽ നിന്ന് എന്ത് MCQ ചോദിക്കാൻ, അല്ലെങ്കിൽ പ്രോബ്ലം ചാപ്റ്റർ ആണല്ലോ, ഇതിൽ നിന്ന് എന്ത് MCQ ചോദിക്കുക എന്നുള്ളതായിരിക്കും നമുക്ക് വരുന്നത്. പക്ഷേ കണ്ടോ 19 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ
ഒരു എന്താ പറയുക 2 ക്വസ്റ്റ്യനോളം വെച്ചെങ്കിലും എല്ലാ വർഷം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനെങ്കിലും വെച്ചിട്ട് എല്ലാ വർഷവും അത് ചോദിച്ചിട്ടുണ്ടെന്നാണ്. അത് ഏതാണ് എന്താണെന്നുള്ളതൊന്നും നമുക്കൊരു ഐഡിയ കിട്ടത്തില്ല. പക്ഷെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതിൽ തിയറി എന്നുള്ള രീതിയിലും വെറുതെ നമുക്ക് എടുത്ത് വിടാൻ പറ്റില്ല, പ്രോബ്ലം രീതിയിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിളായിട്ട് ചിലപ്പോൾ ഒരു ജേർണൽ എൻട്രി തന്നിട്ട് ഇപ്പം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡാഷ്, ഓക്കെ, എന്നിട്ട് താഴെ ഒരു കൊടുത്തേക്കും ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം രാഹുൽ, ഓക്കെ, ഇങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ഡാഷ് ഫില്ല് ചെയ്യണം. അപ്പോൾ അത് പർച്ചേസ് ഒക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫ്രം രാഹുലിൻ്റെ നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഹുൽ നമ്മുടെ ക്രെഡിറ്റിനാണ്, നമ്മൾ കടത്തിനാണ് സാധനങ്ങൾ രാഹുലിൻ്റെ ഇത് വാങ്ങിച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ടു രാഹുൽ എന്നും പറഞ്ഞു എഴുതും. അപ്പോൾ ആ രാഹുൽ എന്ന് പറഞ്ഞ് എഴുതുന്നതായിരിക്കും ഒരു മാർക്കും. ഓക്കെ, അങ്ങനെയും ചോദിക്കാം. ഓക്കെ, നമ്മൾ പ്രോബ്ലം ഇതാകുമ്പോൾ എനിക്ക് എന്തായാലും 4 മാർക്ക് 5 മാർക്ക് എന്തായാലും ചോദിക്കും. അങ്ങനെയല്ല വരുന്നത്. ഈ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും അത് ചോദിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഇത് മിസ് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേപോലെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പിന്നെ വലിയ ഇമ്പോർട്ടൻസ് അല്ലാത്തതായിട്ടുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത തന്നെ വലിയ ഇമ്പോർട്ടൻസ് അല്ലാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഒരു 3 നമ്മൾ പറഞ്ഞ ലെസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന സംഭവം ഇവിടെ കാണുന്നില്ല. അത് കാണാത്തതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, അതങ്ങനെ ഈ ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ ചോദിക്കാത്തതായിട്ടൊന്നുമില്ല. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അതെന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, മിസ് ആദ്യമേ ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഓരോ ഹെഡിങ് വൈസിൽ മിസ് ഈ ഒരു സംഭവം കൊടുത്തിട്ടില്ല. കാരണം പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അക്കൗണ്ടിങ് ഇക്വേഷൻ, ഓക്കെ, രണ്ടാമത് വരുന്നതാണ് ജേർണൽ എൻട്രീസ്, പിന്നെ വരുന്നതാണ് ലെഡ്ജർ. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് ഇക്വേഷൻ, ജേർണൽ എൻട്രീസ്, ലെഡ്ജർ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെയിൻ ഹെഡിങ് ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം വിടരുത്. അതിൽ തന്നെ മിസ് ജേർണൽ എൻട്രിക്ക് 2 സൺ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം ഇത് 3ഉം കമ്പയർ ചെയ്ത് നോക്കുമ്പം എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലും അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷെ ചില വർഷങ്ങളിൽ അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിടാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ അറിഞ്ഞിരിക്കണം. ഓക്കെ, പക്ഷെ ജേർണൽ എൻട്രി ആണ്, ജേർണൽ എൻട്രി എന്നുള്ള രീതിയിലാണ് കുറേ ചോദിച്ചിട്ടുള്ളത്. അത് ചിലപ്പം ട്രാൻസാക്ഷൻസ് വന്നിട്ട് ജേർണൽ എൻട്രി എഴുതാനായിരിക്കാം. ഓക്കെ, റോങ് ആയിട്ട് തന്നിട്ട് ഇതിൻ്റെ അകത്ത് തെറ്റുണ്ട്, ഈ കൊടുത്തേക്കുന്ന ജേർണൽ എൻട്രീസ് തെറ്റുണ്ട്, അതെന്താണ് കറക്റ്റായിട്ട് എഴുതുക, അങ്ങനെ ആയിരിക്കാം. മിസ് നേരത്തെ പറഞ്ഞ പോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നുള്ള ചില ട്രാൻസാക്ഷൻസും ബ്ലാങ്ക് ആയിട്ടിടും. ഓക്കെ, ചിലപ്പോൾ ഡെബിറ്റ് കൊടുത്തിട്ടില്ലായിരിക്കും, ചിലപ്പോൾ ക്രെഡിറ്റ് കൊടുത്തിട്ടില്ലായിരിക്കും, എന്നിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും. എങ്ങനെയൊക്കെ ചോദിക്കാമ്പോൾ അത് ചിലപ്പോൾ 1 മാർക്ക് എന്നുള്ളത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ വേറെ ഈ പറയുന്ന ജേർണൽ എൻട്രി എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അതേപോലെ മിക്ക വർഷങ്ങളിലും ചോദിച്ചുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ ഒന്നെങ്കിൽ അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യാനുള്ള 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ജേർണൽ എൻട്രി ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. അത് സ്പെഷ്യലായിട്ട് മിസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേറൊന്നുമല്ല. അത് പഠിക്കാതെ നമുക്ക് ഈ ഒരു സാധനം ഈ സാധനം എന്നുള്ളതല്ല, വേറെ ഇനി ഏത് ചാപ്റ്റർ എടുത്താലും റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കാതെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് സ്പെസിഫിക്കലി മിസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ചിലപ്പം അവർ ചോദിക്കും ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ അസറ്റ് ഇൻക്രീസ് ആവണോ ഡിക്രീസ് ആവുമോ, എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് എക്സാമിന് ചോദിക്കും, അപ്പോൾ അതിന് വേണ്ടി പഠിക്കുക, അങ്ങനെ മാത്രം ഈ ചാപ്റ്റർ പഠിക്കരുത്. ഇത് പഠിക്കാതെ ഇനി അങ്ങോട്ട് നമുക്ക് വേറെ ഏത് ചാപ്റ്റർ എടുത്താലും നിങ്ങൾക്ക് പഠിത്തം നടക്കൂല. അത് മിസ് 100% ഉറപ്പ് പറയുകയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഈ ചാപ്റ്റർ പഠിക്കാതെ ഇനി ഏത് നിങ്ങൾ ചാപ്റ്റർ എടുത്താലും നമുക്ക് ഇതാണ് നമ്മൾ പ്രോബ്ലത്തിലോട്ട് കിടക്കുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. അക്കൗണ്ടിങ് ഇക്വേഷൻ ആണെങ്കിലും ജേർണൽ ആണെങ്കിലും ലെഡ്ജറാണ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് സെറ്റായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാതെ വേറെ ഏത് ചാപ്റ്റർ പഠിക്കാൻ പോയാലും ഇത് തറവാക്കാതെ പഠിക്കാൻ പോയാൽ കൺഫ്യൂഷനിങ്. ഓക്കെ, ഇത് തറവായിട്ട് പഠിച്ചിട്ട് പോയാൽ തന്നെ നമുക്ക് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഇത് പഠിക്കാതെ പോയാലുള്ള അവസ്ഥയോ. അതുകൊണ്ട് ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇനി ഫ്യൂച്ചറിലാണെങ്കിലും ഈ +2 കിടക്കാനാണെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നൊരു കാര്യം എനിക്ക് സ്പെസിഫിക്കലി ഈ ചാപ്റ്ററിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ,
നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇവിടെ എസ് 2 ചോദിച്ചിട്ടുണ്ട്. എസ് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ട് ജേർണൽ എൻട്രി ചെയ്യാനുള്ളത്. പക്ഷേ ഈ 2 വട്ടവും ചോദിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കൊറോണയുടെ ഇടയ്ക്കുള്ള വർഷങ്ങളുണ്ടല്ലോ, എന്നാലും 2020 തൊട്ട് 2024 വരെയുള്ള വർഷങ്ങളിൽ ഏതൊരു 2 വർഷമാണ് ജേർണൽ എൻട്രി എസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ നമ്മൾ അതിൻ്റെ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷവും ജേർണൽ എൻട്രി എസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഈ വർഷവും നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ വർഷം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ എന്താണ്, നമുക്ക് പ്രാക്ടിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അവർ എസ് എയുടെ ഭാഗമായിട്ട് ജേർണൽ എൻട്രി ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അത് മറ്റേ കൊറോണ ആയതുകൊണ്ട് കുറേ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവർക്കത് ടഫ് ആവാതിരിക്കാൻ വേണ്ടി അവരെങ്കിലും ഇൻക്ലൂഡ് ചെയ്തതാണ്. പക്ഷേ ഈ വർഷം നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യണ്ട. ഓക്കെ, ഇവിടെ അപ്പം നമ്മൾ 2 എസ് എ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ഇനി ചിലപ്പോൾ ജേർണൽ എൻട്രി എസ് എ ചോദിക്കും, നമ്മൾ എക്സ്പെക്റ്റേ ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പോലെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ള രീതിയിലല്ലാതെ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. യെസ്, വൗച്ചർ ഓഫ് സോഴ്സ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഇത് സ്പെസിഫിക്കലി ഇൻക്ലൂഡ് ചെയ്യാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മൾ വൗച്ചർ അല്ലെങ്കിൽ സോഴ്സ് ഡോക്യുമെൻ്റ് എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ വലിയ വിഷയമുള്ള കാര്യമല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻസ് ഓൾറെഡി പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം അത് ചിലപ്പം ചെയ്യാനായിരിക്കാം, ചിലപ്പം എന്താ പറയുക വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും അത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എങ്ങനെ ചോദിച്ചാലും നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. യെസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാം. മീൻസ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ലൈവ് കയറാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മിക്കവാറും ഇത് നമുക്ക് കഴിയും. നിങ്ങൾക്ക് നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും അത് ലൈവ് എടുത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, റെക്കോർഡഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണും, ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലും എൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞു ഈ ചാപ്റ്റർ എന്നുള്ളതല്ല, ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതൊന്നും ഈ ചാപ്റ്ററിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, ഇനി അങ്ങോട്ട് എല്ലാം വേണ്ടതാണ്. നമ്മൾ ഈ 1+1 അല്ലെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും പഠിക്കുന്നത് ആ വർഷം മാത്രം നമ്മൾ പഠിക്കുന്നതാണോ? അല്ല, എല്ലാ വർഷങ്ങളും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ ഇതിപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലേ. അതിപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോയാലും ഇല്ലെങ്കിലും വെറുതെ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ പോലും നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും വേണ്ട ഒരു സംഭവമല്ലേ, അതേപോലെയാണ് ഈ ചാപ്റ്റർ. ഓക്കെ, വീട്ടിൽ വെറുതെ ഇരിക്കുമ്പം ഇത് ചെയ്യാമെന്നുള്ളതല്ല, പക്ഷെ നമ്മൾ അക്കൗണ്ടൻറ്റ് എടുത്തതുകൊണ്ടും അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തതുകൊണ്ടും ഇനി അങ്ങോട്ട് ആ ഒരു ഫീൽഡിലോട്ട് പോകുമ്പം ഇത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കാം. മിസ് അത് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സെറ്റ് ആവും. ഓക്കെ, ഇതാണ് ജസ്റ്റ് അക്കൗണ്ടിങ് ഇക്വേഷൻ എന്നുള്ള. പിന്നെ വരുന്നതാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഓക്കെ, ആ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ജേർണലാണ്, അതിൻ്റെ കുറച്ച് തിയറി എന്നുള്ള രീതിയിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതായിരിക്കും ചിലപ്പം 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, 3 മാർക്കിന് 4 മാർക്കിന് ഒന്നിൻ്റെ തിയറി എന്നുള്ള രീതിയിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ 1 മാർക്കിനൊക്കെ എന്താണ് സംഭവം, ഇപ്പം ഈ പറഞ്ഞ പോലെ പോസ്റ്റിങ്, ജേർണലൈസിങ്, സോഴ്സ് ഡോക്യുമെൻ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ടേംസും സംഭവം കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മൾ ജേർണൽ എന്നുള്ളത്. പിന്നെ ഇതിൻ്റെയൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, പിന്നെ ലെജർ ഞാൻ പറഞ്ഞ പോലെ ചോദിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചിട്ടില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ പ്രിപ്പയർ ചെയ്യാൻ, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ള രീതിയിൽ തന്നെ അത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പഠിക്കുമ്പം എന്താ പറയുക, ചുമ്മാ ഇതിപ്പം എന്തോ ഇത് വലിയ കാര്യമില്ലല്ലോ, ഇതിൽ നിന്ന് അങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് പഠിക്കരുത്. ഇത് നിങ്ങളിനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ പോയാലും ഈ സംഭവം വേണം. ഓക്കെ, പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും ജേർണലും ലെജറും തമ്മിലുള്ള. എല്ലാ വർഷവും ചോദിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ ചില വർഷങ്ങളിൽ അവർ ചോദിച്ചിട്ടുണ്ട്. മാക്സിമം പോയാൽ 4 മാർക്ക് 5 മാർക്ക്. ഓക്കെ, അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, യെസ്. പിന്നെ ലെജർ അക്കൗണ്ട് ക്ലാസിഫിക്കേഷൻ ഒന്നും അങ്ങനെ എന്താ സംഭവം ഒന്നും ചോദിച്ചിട്ടില്ല. ഇതൊക്കെ മനസ്സിലാക്കി വെക്കാന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇനി അങ്ങോട്ട് പഠിച്ചു പോകുമ്പം എന്താണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫോർമാറ്റും കാര്യങ്ങളും ഒക്കെ. യെസ്,
പിന്നെ വരുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്ന പോലെ തന്നെ നമ്മൾ എന്തോ ചെയ്തേക്കുന്നത്, ഇവിടെ ഇവർ പറഞ്ഞേക്കുന്നുണ്ട് അക്കൗണ്ട് പ്രിപ്പയർ, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഉള്ള രീതിയിൽ ചിലപ്പം അവർ ചോദിക്കും. ഓക്കെ, അടുത്തത് മിസ് നേരത്തെ പറഞ്ഞ പോലെ ജേർണൽ. ഓക്കെ, ഇതുണ്ട ഫില്ല് ബ്ലാങ്ക് കൊടുത്തേക്കുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ജേർണലിൻ്റെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസാക്ഷൻസ് കൊടുത്തിട്ട് ചെയ്യാനായിരിക്കത്തില്ല പറയുന്നത്. ഓക്കെ, അതെല്ലാം കണ്ടോ, ഇതെല്ലാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ അതേ അസറ്റ് ഇൻക്രീസും ഇൻകം ഇൻക്രീസും എക്സ്പെൻസ് ഇൻക്രീസും ഇതെല്ലാം വരുമ്പോൾ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് അത് അറിയണമെങ്കിൽ മോഡേൺ റൂൾസ് അറിയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ് മോഡേൺ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ടായിരിക്കത്തില്ല അവർ ചോദിക്കുന്നത്, ഇതേപോലെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യാനായിരിക്കത്തില്ല, ഇതേപോലെ ഫില്ല് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും അവർ ചോദിക്കുന്നത്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കുക, ജസ്റ്റ് പാറ്റേൺ മിസ് ഒന്ന് കാണിച്ചു പോവാണ്. ഓക്കെ, വീണ്ടും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് നിങ്ങൾക്കിപ്പം കണ്ടാൽ മനസ്സിലാവും, അവർ ജസ്റ്റ് ട്രാൻസാക്ഷൻസ് തന്നിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ ഒന്നുമല്ല, ജസ്റ്റ് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ജസ്റ്റ് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്താ പറയുക ജേർണൽ എൻട്രി ആയിട്ട് പോലും എഴുതണ്ട, നമുക്ക് ജേർണൽ എൻട്രി എന്നുള്ള രീതിയിൽ എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷെ അവർ ചോദിച്ചേക്കുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് എന്താണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാന്നുള്ളതാണ്. ഓക്കെ, അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് ഡെബിറ്റ് ഇത് ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ എഴുതാനാണ്. ഓക്കെ, അങ്ങനെയും ക്വസ്റ്റ്യൻ കാരണം നല്ല വെറൈറ്റി രീതിയിലാണ് അവർ ചോദിച്ചേക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല. ഓക്കെ, വീണ്ടും ഒരു ട്രാൻസാക്ഷൻ കൊടുത്തിട്ട് വീണ്ടും അവർ പറഞ്ഞേക്കുന്ന ഡെറ്റർ ആരാണ്, അതേപോലെ അതിൻ്റെ ജേർണൽ എൻട്രി എഴുതാൻ. ഓക്കെ, ആദ്യം ജസ്റ്റ് ഡെറ്റർ ആരാന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് ജേർണൽ എൻട്രി എഴുതുക. ഇങ്ങനെയുള്ള എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത ചോദിക്കുന്നു, നോർമലി നമ്മൾ എന്താണ് ട്രാൻസാക്ഷൻ തന്നിട്ട് ജേർണൽ എൻട്രി ചെയ്യാന്നുള്ളതാണ്. ഇവരിത് ജേർണൽ എൻട്രി കൊടുത്തിട്ട് ഓക്കെ എന്ത് ട്രാൻസാക്ഷനാണ് ഇവിടെ നടന്നത് അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പം കണ്ടാൽ മതി, വാട്ട് ഡസ് ദിസ് ജേർണൽ എൻട്രി മീൻ, എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാതെ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2000 രൂപ വിഡ്രോ ചെയ്തു, നമ്മൾ ട്രാൻസാക്ഷൻ കൊടുക്കത്തില്ലേ, ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് കൊടുത്തിട്ട് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ ജേർണൽ എൻട്രി ചെയ്യുന്നത്, അത് തിരിച്ചു കൊടുത്തേക്കുവാണ്. ജേർണൽ എൻട്രി കൊടുത്തിട്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ എഴുതാനാണ്. അപ്പോൾ വിഡ്രോ ക്യാഷ് ഓഫ് ₹2,000 അല്ലെ ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. സോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, നമ്മൾ ട്രാൻസാക്ഷൻ കൊടുക്കും ജേർണൽ എൻട്രി എഴുതും, ഇത് മാത്രമല്ല പല രീതിയിൽ ചോദിക്കാം. ഓക്കെ, അതിപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ചോദിക്കും എന്നുള്ള രീതി നമുക്ക് സ്വന്തമായിട്ട് ആലോചിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതേപോലെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത് നോക്കാം. സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ജേർണൽ എൻട്രി ഇത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് കൊടുത്തിട്ട് ഇത് എന്തിലായിരിക്കും ഏത് അക്കൗണ്ടിലായിരിക്കും ക്രെഡിറ്റ് ചെയ്യുന്നത് സ്പെസിഫിക്കലി ചോദിച്ചേക്കുവാണ്, ഏത് അക്കൗണ്ടിലാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ചോദിച്ചേക്കുന്നത് ഇത് നമ്മുടെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അനുസരിച്ചാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ജേർണൽ എൻട്രി വെച്ചിട്ട് അസറ്റ് ആണോ അല്ലെങ്കിൽ എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്താണ് ഡിക്രീസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. അല്ലെ 2 ഡിക്രീസ് ആയിരിക്കും 2 ഇൻക്രീസ് ഡിപ്പെൻസ് അപ്പോൺ എന്താണ് ഇത് റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അറിയാമെന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ മിസ് കുറച്ച് ഈ പറഞ്ഞ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വെറൈറ്റി വേറെ രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യും. ഡയറക്റ്റ് ആയിട്ട് ജേർണലൈസ് ചെയ്യാന്നുള്ള രീതിയിൽ നിന്ന് പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത് പിന്നെ നമ്മൾ അങ്ങനെ ആണല്ലോ പഠിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല, ഈ ഒരു ചാപ്റ്റർ ആണ് ഇത് പ്രോബ്ലം ആണ്, അപ്പം പിന്നെ എന്താണ് മറ്റേ 4 മാർക്ക് 5 മാർക്ക് മാത്രം എന്നുള്ളതല്ല, എങ്ങനെ വേണമെങ്കിലും ഇവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് സെഷൻസ് 0 to A+ കൂടെ കാണുക. ഇത് ജസ്റ്റ് മിസ്സും ഏതൊക്കെ പോർഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ സംഭവം കാര്യങ്ങളൊക്കെ ആ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം അക്കൗണ്ടൻസി മാത്രമല്ല നിങ്ങൾക്കത് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് മാത്സ് ഇതിൻ്റെയൊക്കെ ലൈവ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് കണ്ടാലും മതി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.